ഈ അനാവശ്യമായിട്ട് വരുന്ന കുറേയധികം മെസ്സേജുകളും ഇതോടുകൂടി തന്നെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് തോന്നുന്നു അല്ലെ. അനാവശ്യമായിട്ടുള്ള കോളുകളും SMS-ഉം തടയാനായിട്ടുള്ള AI സംവിധാനവും വരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. സർവീസ് പ്രൊവൈഡേഴ്സ് ഒരുപാട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും നമ്മളോട് ശ്രദ്ധിക്കൂ എന്നാണ് എപ്പോഴും പറയാറുള്ളത്. നമ്മൾ കുറേയും കൂടെ ജാഗ്രത കാണിക്കണം വേണ്ടെന്നല്ല, പക്ഷേ ഇത്തരം കാര്യങ്ങൾ അൾട്ടിമേറ്റ്ലി സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിലാണ്. അതിന് വേണ്ട കുറേയധികം നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളതിൽ തീർച്ചയായിട്ടും നമുക്ക് ആശ്വസിക്കുക തന്നെ ചെയ്യാം. പക്ഷേ നമ്മുടെ ജാഗ്രത ഒട്ടും കുറയ്ക്കരുത്. മോർണിംഗ് നമ്പർ 1 ടൈം സൗമ്യയാണ് കൂടെ കേട്ടുകൊണ്ടേയിരിക്കും. രാവിലെ പക്ഷേ ഈ സൺഗാർഡ് ഇടാതെ ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്, വെയിലുള്ള ദിവസങ്ങളിൽ. കണ്ടില്ല, വീണ്ടും മഴയില്ലാണ്ട് കയറിയുണ്ട്, അത് വളവില്. വളവിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ട്രാഫിക് റൂൾസിലുള്ളതാണ്. റിട്ടേൺ പോണ വണ്ടി തിരക്ക് പിടിച്ച് പോകും. നമ്മുടെ വണ്ടി കണ്ടാൽ പിന്നെ പോവില്ല. അവിടെ അങ്ങോട്ട് പോണ വണ്ടിയാണ് പതുക്കെ പോകുള്ളൂ, ഇങ്ങോട്ട് തന്നെ ബസ്സുകൾ കാരണം സ്പീഡിൽ പോകും. ശരിക്കും അതൊരു വലിയ ഇതാട്ടോ. നമ്മുടെ കാറിന് പറഞ്ഞാൽ ഭയങ്കര സിറ്റുവേഷൻ അവയർനെസ്സാണ്. നമ്മൾ ടു വീലറായിട്ട് കാരണം ടു വീലർ എന്ന് പറഞ്ഞാൽ 2 സൈഡിലുള്ള ഗ്ലാസ് ഉള്ളു. അപ്പോൾ 90+90 ഒരു 180 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടുകയുള്ളൂ. കാറിന് അങ്ങനെയല്ല, സെൻട്രൽ മിററും കൂടെ ഉള്ളതുകൊണ്ട് ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടും. സിറ്റുവേഷൻ അവയർനെസ് പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാറുകളിൽ മറ്റേ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 360 ഡിഗ്രി ക്യാമറയും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര സിറ്റുവേഷൻ അവയർനെസ്. ഓൾമോസ്റ്റ് നമ്മളൊരു എന്താ പറയുക, ഫൈറ്റർ പ്ലെയിനൊക്കെ പോലെയുള്ള രീതിയിലേക്ക് മാറി. ഫൈറ്റർ പ്ലെയിനൊക്കെ ഫ്ലൈ ചെയ്യുമ്പോഴുള്ള രീതിയിലേക്ക് ഉള്ള ഒരു ക്യാമറേസും ഇതൊക്കെ ആയിട്ട് ഭയങ്കര അവയർനെസ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ ചുറ്റും വെച്ച് നമുക്ക് വളരെ ഏരിയ കുറവുള്ള ഏരിയക്കടെ വേണമെങ്കിൽ ക്യാമറയ്ക്കടെ നോക്കി മില്ലിമീറ്റർ ഗ്യാപ്പിൽ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. ഈ കിയ പോലെയുള്ള വണ്ടികളാട്ടോ ആദ്യം കൊണ്ടുവന്നത്. പിന്നെ ഇപ്പോൾ എല്ലാ ജർമ്മൻ വണ്ടികൾക്കും വന്നു എന്ന് തോന്നുന്നു. മേഴ്സിഡസ്, BMW, ഓഡി, ഇവൻ ഇപ്പോൾ മാരുതി സുസുക്കി പോലും ഇപ്പോൾ 360 ഡിഗ്രി ക്യാമറ മിക്ക മോഡലിലും കൊടുത്തു തുടങ്ങി. മറ്റേ 360 ക്യാമറ ഡിസ്പ്ലേ ഇല്ലേ, പൊങ്ങി വരുന്ന ഡിസ്പ്ലേ ഒക്കെ, അതൊക്കെ ഇപ്പോൾ മാരുതിയുടെ മിക്ക മോഡലിലും ആയി തുടങ്ങി. സ്പീഡ് ഡിസ്പ്ലേ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങി വരുന്ന പരിപാടി. ചില്ലിൽ തന്നെ സ്പീഡും മറ്റൊക്കെ കാണാവുന്ന രീതിയിലേക്ക്
നിയമപ്രകാരം അങ്ങനെ വണ്ടിയുടെ മേളിൽ ആളെ കയറ്റി കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ അനിയനൊക്കെ ഇത് മറ്റേ കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ട് അവൻ പറയാറുണ്ട് അത് പ്രശ്നമാണ്, പോലീസ് കമാൻഡ് ചെയ്യുന്നേ അതിന് വണ്ടി. അപ്പോൾ അത് ആ പരിപാടി നിർത്തിയായിരുന്നു അവരൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്തു. 10-15 കൊല്ലം മുമ്പേ 10 കൊല്ലം മുമ്പേ അവരൊക്കെ നിർത്തിയായിരുന്നു. കാരണം അത് ആളുകളെ കൊണ്ടുപോകണമെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള വണ്ടികളിൽ സീറ്റുള്ള വണ്ടികളിലെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാര്യം ഇപ്പം ഒരു ലോറിയാൻ പോകണമെങ്കിൽ ഇഷ്ടംപോലെ ആൾ പോകും, പക്ഷെ അത് അലൗഡ് അല്ല. വർക്കേഴ്സ് അതിൽ ഇരുന്ന് പോകാൻ കേപ്പബിളും ആണ്, പക്ഷെ ട്രാഫിക് റൂൾസിൽ അത് അലൗഡ് അല്ല എന്നാണ് ഈ ലോറികളിലൊക്കെ ആളെ കയറ്റി കൊണ്ടുപോകണത്. റോഡിൽ ക്യാബിനിൽ ആളെ കയറ്റി കൊണ്ടുപോകാം, പുറത്ത് പറ്റില്ല. ഈ സ്റ്റോറേജ് ഏരിയയിൽ ഇപ്പം ജീപ്പിലൊക്കെ സ്റ്റോറേജ് ഏരിയയിൽ സീറ്റ് ഉണ്ടെങ്കിൽ സീറ്റിൽ ആളെ കൊണ്ടുപോകാം. എത്ര സീറ്റ് ഉണ്ടോ അത്രയും ആളെ കൊണ്ടുപോകാം. ഇപ്പോൾ സീറ്റ് മാത്രം വേണം, സീറ്റ് ബെൽറ്റും വേണമെന്നാണ്. ഇപ്പോൾ ഭാവിയിൽ ഇറങ്ങുന്ന വണ്ടികളെല്ലാം സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത വണ്ടികളൊന്നും പെർമിഷൻ കിട്ടൂല ഇന്ത്യയിൽ വെക്കാനായിട്ട്. എനിക്ക് 2016 മുതൽ എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റ് ആയി തോന്നുന്നു. കാരണം ഈ ടൊയോട്ടയിലൊക്കെ എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റ് ഉണ്ട്, 5 സീറ്റിലും സീറ്റ് ബെൽറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയം മുതൽ ആയോ. ഇനിയിപ്പോൾ ഇവർ കൊണ്ടുവന്നാണോ എന്നറിയില്ല കേട്ടോ, അതേ നിയമം അന്നേരം വന്നോന്നറിയില്ല. പഴയ 800 ഫ്രണ്ട് സീറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നു സീറ്റ് ബെൽറ്റ്, ബാക്ക് സീറ്റിൽ ഉണ്ടായിരുന്നില്ല. ഇത് 2016 മോഡൽ. അപ്പോൾ 2016 ആയപ്പോൾ ഒന്നെങ്കിൽ അവർ നിയമം കൊണ്ടുവന്ന് കാണും, അല്ലെങ്കിൽ ഇവരായിട്ട് സ്റ്റാൻഡേർഡ് ആക്കിയതായിരിക്കും. എങ്ങനെ കാരണം എന്നറിയില്ല. 2016 ഞാൻ മേടിക്കുന്ന സമയത്ത് ഇതിന് റൂളുണ്ട്.